എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മഹേശ്വരി. കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമുക്കെല്ലാം ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നമുക്കതിന് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലില്ല. എന്നാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അല്ലെ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ ബിസിനസ് അവസരം നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്ന നമ്മളുടെ കമ്പനിയുടെ പേര് ഫിജികാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഒരു ഇ കൊമേഴ്സ് പ്രൊജക്റ്റ് ആണ്. നമ്മുടെ കമ്പനിയുടെ ആശയം എന്ന് പറയുന്നത് ഒരു ഫിജിറ്റൽ എന്ന് പറയുന്ന ആശയമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്, അതായത് ഫിജിറ്റൽ ലോകത്തിലേക്ക് സ്വാഗതം. ഫിജിറ്റൽ എന്ന് പറയുന്ന വാക്ക് നമുക്ക് വളരെ ഫെമിലിയർ ഒന്നുമല്ല. ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ എന്നേ ഉള്ളൂ. ഫിസിക്കലായിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു പുതിയ ഒരു അവസരമാണ് ഇത്. നമ്മൾ കൂടുതലും ടെക്നോളജി റിലേറ്റഡ് ആണ്. ടെക്നോളജിയുടെ ഒരു സപ്പോർട്ട് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി സപ്പോർട്ടോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ആശയവും ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടി തന്നെ ചെയ്യുന്നതാണ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ആരാണോ ടെക്നോളജിയെ ഏറ്റെടുക്കുന്നത്, അല്ലെ ടെക്നോളജിയിലേക്ക് മാറാത്തവർക്ക് നമ്മുടെ നാട്ടിൽ നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം. നമുക്ക് നോക്കിയ ഫോണും കൊടയൊക്കെ ക്യാമറയൊക്കെ എടുത്തു നോക്കുമ്പോൾ അറിയാം അല്ലെ, അവരെല്ലാം പഴയ ആശയമായി ഇരുന്നത് കൊണ്ട് ഇന്ന് അവര് നമ്മളുടെ ഈ ഒരു മാർക്കറ്റിൽ പോലും ഇല്ല. അപ്പോൾ ടെക്നോളജിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിയേ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരാൻ പോണ, അല്ലെ അടുത്ത കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഒരു ബിസിനസ് അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ആശയമാണ് മെയിൻലി നമ്മളുടെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ റെഫറൽ മാർക്കറ്റിങ്ങും ഡയറക്ട് സെല്ലിങ്ങും ഹെൽത്ത് ആൻഡ് വെൽനെസ്, അതും നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, വേൾഡിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 4 ഇൻഡസ്ട്രി ആയി കൊമേഴ്സും റെഫറൽ മാർക്കറ്റിങ്ങും ഡയറക്ട് സെല്ലിങ്ങും ഹെൽത്ത് ആൻഡ് വെൽനെസ്സും ഒക്കെ. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ആശയം ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഒരു ആശയമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പോലും അറിയാതെ ഇ കൊമേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. റെഫറൽ മാർക്കറ്റിംഗ്, എല്ലാ ബിസിനസ്സുകളും റെഫറൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞ് നമ്മളുടെ വായിലൂടെ പറഞ്ഞാണ് എല്ലാ ബിസിനസ്സുകളും നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അവിടെയൊന്നും നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ല അല്ലെ. നമ്മൾ റെഫർ ചെയ്താണ് എല്ലാ ബിസിനസ്സുകളും നടക്കണമെങ്കിൽ നമുക്ക് അവിടെ വലിയൊരു ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു മേഖലയിൽ ഇവിടെ നമ്മളൊന്ന് റെഫർ ചെയ്താൽ അതിന്റെ ആ ബിസിനസിന്റെ ഒരു ലാഭം കൂടി നമുക്ക് കൂടി കിട്ടുകയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എടുത്തിരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയമാണ്. പേര് പോലെ തന്നെയാണ്. ഇടനിലക്കാരോ പരസ്യക്കാരോ ഒന്നുമില്ല. നേരിട്ട് കസ്റ്റമറുടെ കയ്യിലേക്ക്, അതായത് മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ് വെൽനസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ ബഡ്ജറ്റ് മൊത്തം താഴെ പോകുന്നത് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴാണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മളുടെ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ഇവിടെ ഒരു മരുന്നുകളോ കാര്യങ്ങളോ ഒരു അസുഖത്തിനുമുള്ള മരുന്നുകളല്ല, നമ്മുടെ ഒരു ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ അല്ലെ വെൽനസ് ഇൻഡസ്ട്രി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രിയെ ഒറ്റ പ്ലാറ്റ്ഫോമിലാക്കിയാണ് ഫിജികാർട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ ഇ കൊമേഴ്സിന്റെ സാധ്യത നമുക്കൊന്ന് കാണാൻ പറ്റും. 2009 കാലഘട്ടത്തിൽ 390 കോടി റവന്യൂ ഉണ്ടായിരുന്ന മേഖലയാണ്. എന്നാൽ 2016 ആയപ്പോഴത്തേക്ക് അതൊരു 3800 കോടിയിലേക്ക് മാറി. 2026 നമ്മൾ പ്രതീക്ഷിക്കുന്നത് 20,000 കോടിയാണ്. പക്ഷെ അതിൽ മേലെ പോകുന്നു നിസ്സംശയം പറയാൻ പറ്റും. കാരണം നമുക്കറിയാം, ഇവിടെ വിജയിച്ച ധാരാളം ബിസിനസ് മോഡൽസ് ആമസോൺ, പേപാൽ, ഊബർ, ഓല, സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങി, മീഷോ, മിന്ത്ര തുടങ്ങി ധാരാളം ബിസിനസ് മോഡൽസ് നമ്മുടെ നാട്ടിലുണ്ട് സക്സസ്ഫുൾ. ഇതെല്ലാമാണ് ഈ ഒരു റവന്യൂ കൂടാൻ വളരെയധികം കാരണമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഇൻഡസ്ട്രി ആയ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം, അതും നമ്മുടെ നാട്ടിൽ വളരെയധികം ബൂമിങ്ങിലേക്ക് വരാൻ പോകുന്നു, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്. കാരണം എന്താ വെച്ചാൽ, ഇത്രയും പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം വളരെയധികം ബൂമിങ്ങിലേക്ക് വരും, നിസ്സംശയം പറയാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് ഇത്രയും നാളും ഇതിനൊരു സാധ്യതയില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ വലിയൊരു നിയമങ്ങളോ നിയമപരിരക്ഷയോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ 2016 ശേഷം വളരെയധികം നിയമസാധ്യതയുള്ള, അല്ലെങ്കിൽ ഇതിനൊരു വകുപ്പ് മന്ത്രിയൊക്കെ ഉള്ള ഒരു മേഖലയായിട്ട് മാറുകയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത ഒരു ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അവിടുത്തെ പോപ്പുലേഷൻ വെച്ചിട്ട് അവിടുത്തെ ടേൺ ഓവർ വളരെയധികം വലുതാണ്. എന്നാൽ ഇന്ത്യയിൽ നമുക്ക് 140 കോടി ജനങ്ങളുള്ളിടത്ത് ഈ ഒരു 4-5 വർഷത്തെ ഒരു ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഒരു ടേൺ ഓവർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
അങ്ങനെ ആണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ വെച്ചിട്ട് വളരെയധികം ഒരു ബൂമിങ് ഈ ഒരു മേഖലയിൽ വരും വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഇതൊരു സിലബസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു മേഖലയെ പറ്റി യാതൊരുവിധ കാര്യങ്ങളും അറിയില്ല. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം പഠിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇനി ഇത് പഠിച്ച് ചെയ്യാൻ പോവുകയാണ് കുട്ടികൾ. ഇപ്പോൾ ബിടെക്കും ടെക്കും ഒക്കെ കഴിഞ്ഞ ഓരോ പ്രൊഫഷൻ കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലും സിലബസ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അണ്ണാ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിൽ വരെ ഇതൊരു പാഠ്യ വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം ഒരു സാധ്യത ഇനി വരും വർഷങ്ങളിൽ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഈ ഒരു മേഖല വളരെയധികം വലിയൊരു ബൂമിങ് ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ ഒരു ലീഗാലിറ്റി വളരെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പാൻ കാർഡിന്റെ കോപ്പിയൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാൻ കാർഡും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഗൈഡ് ലൈൻസ് കേന്ദ്ര ഗവൺമെന്റ് 2016 ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. 2018 അത് ആദ്യം ഏറ്റെടുത്ത സംസ്ഥാനം കേരളമാണ്. പിന്നെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് ലീഗലായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം, അത് നമുക്ക് പ്രമുഖ പത്രങ്ങളിലൊക്കെ നമ്മുടെ കമ്പനിയുടെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ന്യൂസുകൾ ഇന്ത്യൻ എക്സ്പ്രസിലും കേരള കൗമുദിയിലും ദേശാഭിമാനിയിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് ഇത്രയും നല്ല ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് ഒരു അടിവര ഇട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. നമുക്കറിയാം, 160 വർഷം പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഗ്രൂപ്പാണ് നമ്മളെ നയിക്കുന്നത്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ആണ് നമ്മളുടെ കമ്പനിയുടെ ചെയർമാൻ. നമുക്കറിയാം, കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത്. വളരെയധികം കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ്സുകൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 10-17ഓളം ബിസിനസ്സുകൾ അദ്ദേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. 54ഓളം ജുവലറി ഔട്ട്ലെറ്റുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ബിസിനസ്സുകൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനമാണ് ഫിജി കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആസ്തിമുള്ള ഒരാൾക്ക് ഇതൊരു ഇ-കൊമേഴ്സ് പ്രോജക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനോടൊപ്പം ഒരു റെഫറൽ മാർക്കറ്റിംഗും കൂടി ആഡ് ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ, എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ധാരാളം സാധാരണക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഒരു തൊഴിലവസരം. ഇവിടെ നമുക്ക് വളരെ വലിയൊരു മിഷനോടും കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ ഈ ഒരു അവസരത്തിനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെ പോലുള്ള ധാരാളം പേർക്ക് ഒരു തൊഴിലവസരം, അതിനേക്കാൾ ഉപരി പെർ ക്യാപിറ്റ ഇൻകം കൂട്ടുക, ഓരോ വീട്ടിലും ഒരു വരുമാനം എത്തിക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഈ ഒരു കൺസെപ്റ്റിനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലോജിസ്റ്റിക് ഹബ്ബുകളുണ്ട്, ഗാർമെന്റ്സ് ഫാക്ടറി ഉണ്ട്. അതുപോലെ ഓരോ ദിവസവും നമ്മളുടെ കമ്പനിയുടെ ഗ്രോത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം മിഷനോടും കൂടി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ധാരാളം സ്റ്റോറുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് പോയി കണ്ട് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റലായിട്ട് നമുക്ക് ഓൺലൈൻ വീട്ടിലേക്ക് നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഫിജിറ്റൽ എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് ഈ ഒരു ആശയത്തിനെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഇനി നമുക്കറിയാം, ഒരു ബിസിനസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രൊഡക്റ്റ് വേണം. പ്രൊഡക്റ്റ് ഇല്ലാതൊന്നും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സർവീസ് വേണം, അല്ലെ? ഇവിടെ നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് പല സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ദിവസത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആര്യസുക്ത ബ്രാൻഡിൽ, ഫിജി ഗ്രീൻ ബ്രാൻഡിലൊക്കെ നമ്മുടെ ഓൺ ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. പേസ്റ്റും സോപ്പും വെൽനസ് പ്രോഡക്റ്റുകളും ഹെൽത്ത് ഡ്രിങ്കുകളും അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളും പെയിന്റും അങ്ങനെ തുടങ്ങി ധാരാളം നമുക്ക് പല ആവശ്യങ്ങളുള്ള പ്രൊഡക്റ്റുകൾ, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിനേക്കാൾ ഉപരി ക്ലബ് ഓക്സിജന്റെ ടൂർ പാക്കേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഡക്റ്റുകളുള്ള നല്ലൊരു മാനേജ്മെന്റിനോടൊപ്പം പ്രവർത്തിക്കാൻ നമുക്കൊരവസരം, അതാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇനി നമ്മുടെ റോൾ എന്താണെന്ന് നമുക്കെല്ലാം അറിയണമല്ലോ, അല്ലെ? നമ്മുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കസ്റ്റമറായി വന്ന് പാർട്ട്ണർ ആകാനുള്ള ഒരു അവസരമാണ്. കസ്റ്റമർ ആകാൻ വേണ്ടിയിട്ട് നമ്മളുടെ KYC ഡോക്യുമെന്റ്സ്, പേരും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ID ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പാർട്ട്ണർ സ്റ്റോർ എടുക്കാം. ഫിജി കാർട്ടിന്റെ ഒരു പാർട്ട്ണർ സ്റ്റോർ എടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ധാരാളം പ്രൊഡക്റ്റുകൾ പരിചയപ്പെട്ടു. ഇതിലേതെങ്കിലും പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിച്ച് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായാൽ കമ്പനി അതിന്റെ ഒരു ലാഭവിഹിതം അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു പാർട്ട്ണർ സ്റ്റോർ നമുക്ക് തരാൻ തയ്യാറാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ പ്രോഡക്റ്റ് എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം
ശേഷം നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കാനൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടാൽ നമ്മൾ പലരോട് പറയാറുണ്ട്, പക്ഷെ നമുക്ക് അവിടെ വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ല അല്ലേ. നമ്മൾ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യാറുണ്ട്, ഇന്നടത്ത് ഇന്ന നല്ല ഡ്രസ്സ് കിട്ടുന്നുണ്ട്, ആ കടയിൽ പോയാൽ വിലക്കുറവാണ് എന്നൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ നമുക്ക് വരുമാനം കിട്ടാറില്ല. എന്നാൽ ഇവിടെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്താൽ, അത് ഓൺലൈൻ പ്രൊമോഷൻ നടത്താം, ഓഫ്ലൈൻ പ്രൊമോഷൻ നടത്താം, അങ്ങനെയൊന്നും നമ്മൾ നടത്താൻ തയ്യാറായാൽ അവിടെ നടക്കുന്ന ബിസിനസിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം കമ്പനി നമുക്ക് തരാൻ തയ്യാറാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയമാണ്. സാധാരണ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് ധാരാളം കൈകൾ മറിഞ്ഞായിരിക്കും നമ്മളുടെ ഒരു റീറ്റെയിൽ ഷോപ്പിലെത്തുന്ന അദ്ദേഹത്തിന്റെ ലാഭം കൂടി എടുത്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 60-80% മാർക്കറ്റിംഗ് എക്സ്പെൻസസ് വരുന്നുണ്ട്. എന്നാൽ ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ വിലക്കുറവാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതെന്താ വെച്ചാൽ മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് കസ്റ്റമറുടെ കയ്യിലേക്കാണ് വരുന്നത്. അവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല, അവിടെ ഒരു മാർക്കറ്റിംഗ് എക്സ്പെൻസസ് കുറവാണ്. പക്ഷെ അവിടെ നമുക്ക് ആ ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് എന്താ തരുന്നത്, ഒരു ചെറിയ ഡിസ്കൗണ്ട് ആയിട്ടാണ് തരുന്നത് അല്ലെ. വലിയൊരു പ്രോഫിറ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടാറില്ല. അതൊക്കെ ആ ഇ കൊമേഴ്സ് കമ്പനികളുടെ മാനേജ്മെന്റ് തലത്തിലേക്ക് പോവുകയാണ് ചെയ്യണത്. എന്നാൽ ഇവിടെ നമുക്ക് ഫിജിക്കാർട്ടിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇവിടെ ബോച്ചയുടെ അക്കൗണ്ടിലേക്കല്ല ഇത് പോകുന്നത്, എന്നെ പോലുള്ള ധാരാളം സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്കാണ് ഇതിന്റെ ഒരു ലാഭവിഹിതം കമ്പനി നമുക്ക് തരുന്നത്. ഇപ്പൊ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കുന്ന ആ ഒരു ലാഭവിഹിതമാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ കൈകളിലേക്ക് കമ്പനി തരുന്നത്. ഇനി നമുക്ക് ഇപ്പൊ ഇത്രയൊക്കെ കമ്പനി ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് ഒരു വരുമാനമല്ല തരുന്നത്, ഒന്നിലധികം വരുമാനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതിന് തരാൻ കമ്പനിക്ക് സാധിക്കുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ധാരാളം വലിയ ഒരു ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കുന്ന ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്താൽ നമുക്കൊരു സാലറി മാത്രമായിരിക്കും കിട്ടുന്നത്, പക്ഷെ ഫിജിക്കാർട്ട് ചെയ്താൽ നമുക്ക് ധാരാളം വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് റീറ്റെയിൽ പ്രോഫിറ്റ്, സെക്കൻഡ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇതിൽ റീറ്റെയിൽ പ്രോഫിറ്റ് ഇത് നമ്മളുടെ ഒരു ഷോപ്പാണ്, ഇതിപ്പോൾ എൻ്റെ ഷോപ്പാണ്. ഈ ഷോപ്പിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങൾ മേടിച്ചാലും അതിന്റെ ലാഭം എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ കമ്പനി തരും. രണ്ടാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ് എക്സ്പാൻഷൻ ആണ്. ഈ ബിസിനസ് എക്സ്പാൻഷനിലൂടെയാണ് ഞങ്ങളെല്ലാം വളരെയധികം വരുമാനം മേടിക്കുന്നത്. കാരണം നമുക്കറിയാം എല്ലാ ബിസിനസ്സുകളും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളോ ഫ്രാഞ്ചൈസികളോ കൊടുത്താണ് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ ഈ സ്റ്റോറിന്റെ ബിസിനസ് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ എൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങിയാണ്. അങ്ങനെ എനിക്ക് എ ബി രണ്ട് ബ്രാഞ്ചുകൾ നേരിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ ഒരു തിരുവനന്തപുരത്തോ തൃശ്ശൂരോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒക്കെ എനിക്ക് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തു. ഈ രണ്ട് ബ്രാഞ്ചുകളിൽ നടക്കുന്ന ബിസിനസ് ആണ് എൻ്റെ ലാഭം എന്ന് പറയുന്നത്. ആ ബ്രാഞ്ച് എ ബ്രാഞ്ചിൽ ഇപ്പോൾ ഒരു സെയിലും ബിയിൽ ഒരു സെയിലും ആണെങ്കിൽ കമ്പനി എനിക്ക് അതിന്റെ ലാഭമായിട്ട് 20 റുപ്പീസ് തരുന്നു. ഇനി എ ബ്രാഞ്ചിൽ 100 പോയിന്റ് സെയിലും ബിയിൽ ഒരു 100 സെയിലും ആണ് നടക്കുന്നത്, 100 പോയിന്റ് സെയിലും ആണ് നടക്കണമെങ്കിൽ 2000 രൂപ കമ്പനി തരാൻ തയ്യാറാ, ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട്. അങ്ങനെ 1500 സെയിൽസ് മാച്ച് ചെയ്യുമ്പോൾ 30,000 രൂപ വരെ കമ്പനി തരാൻ തയ്യാറായി. 30,000 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു മാസമാണെന്നൊന്നും പ്രതീക്ഷിക്കരുത്, ഒരു ദിവസമാണ്. ഒരു ദിവസം നമുക്ക് 20 രൂപ മുതൽ 30,000 രൂപ വരെ മേടിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ 30,000 ഒക്കെ കിട്ടുമോ എന്ന് ഡൗട്ട് ഉണ്ടാവും. കിട്ടും എന്നുള്ളത് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും, കാരണം മേടിച്ച വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ദിവസം നമുക്ക് 20 രൂപ മുതൽ 30,000 രൂപ വരെ മേടിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ്. അങ്ങനെ ഒരു മാസം നമ്മുടെ നാട്ടിൽ നിന്ന് ബിസിനസ് ചെയ്ത് 9 ലക്ഷം രൂപ വരെ മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം. അതുപോലെ തന്നെ ജനറേഷൻ ബോണസ്, നമുക്ക് 2 സബ് സ്റ്റോറുകളിലൂടെ നടക്കുന്ന 9 ജനറേഷൻ. എത്ര ബിസിനസ്സുകൾ നടന്നാലും എത്ര ഷോപ്പുകൾ ഉണ്ടെങ്കിലും അവിടെ നടക്കുന്ന ബിസിനസിന്റെ ലാഭത്തിന്റെ ഒരു 20-50% കമ്പനി നമ്മുടെ സ്റ്റോറിന് കമ്പനി തരുന്നത് ഇത് ജനറേഷൻ ബോണസ് ആയിട്ട്. അടുത്തത് നമുക്കെല്ലാം എന്നെ വളരെയധികം അട്രാക്ട് ചെയ്തൊരു ഘടകമാണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം നമ്മളുടെ ഒരു മാസത്തെ ബഡ്ജറ്റ് താഴെ പോകുന്നത് ഹോസ്പിറ്റൽ കേസ് വന്നാലാ. അപ്പോൾ ഇവിടെ നമ്മളുടെ കമ്പനി താങ്ങുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാലും കിടത്തി ചികിത്സിക്കേണ്ട ഒരു ഹോസ്പിറ്റൽ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒരു 2 ലക്ഷം രൂപ വരെ കമ്പനി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നുണ്ട്. അത് സെയിൽസ് മാനേജർ എബോ ലീഡേഴ്സിനാണ്. ആ ഒരു വർഷം നമുക്ക് വീട്ടിലെ 4 അംഗങ്ങൾക്ക് 1 രൂപ പോലും പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ട 2 ലക്ഷം രൂപ വരെ കമ്പനി തരാൻ തയ്യാറാണ്.
ഈ സെയിൽസ് മാനേജർ എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിയസ് റാങ്ക് ആണ്. അവിടെ മുതൽ നമുക്കൊരു മന്ത്ലി പെർഫോമൻസ് ബോണസും കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാം വളരെ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ മുതൽ വളരെ ആഗ്രഹിച്ച് ഇത് നേടണം എന്ന് വിചാരിച്ച ഒരു റാങ്ക് ആണ് സെയിൽസ് മാനേജർ എന്ന് പറയുന്നത്. അത് കമ്പനിയുടെ മൂന്നാമത്തെ റാങ്കാണ്. വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പൊസിഷൻ ഒന്നും അല്ല മൂന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. ഏതൊരു സാധാരണക്കാർക്കും ഈ ഒരു ബിസിനസ്സിലൂടെ വന്ന് കുറഞ്ഞ സമയം കൊണ്ട് എത്താവുന്ന ഒരു റാങ്കാണ് സെയിൽസ് മാനേജർ. ഈ റാങ്ക് മുതൽ കമ്പനിയുടെ ഒരു ലാഭവിഹിതം കൂടി കമ്പനി നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഇൻകം അതാത് ദിവസം രാത്രി നമ്മളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ ഒരു മാസത്തെ ലാഭവിഹിതത്തിന്റെ ഒരു പെർസെന്റേജ് കമ്പനി മാറ്റി വെച്ചിരിക്കുക, നമുക്കൊരു പെർഫോമൻസ് ബോണസ് ആയിട്ട് തരുന്നു. ഞങ്ങളത് ഓമന്റെ പേര് സാലറി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരുടെ വീടുകളിൽ പോലും ഒരു 15,000-നും 20,000-നും ഇടയ്ക്ക് എല്ലാ മാസവും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ആനുവൽ പ്രോഫിറ്റ് കമ്പനി ഇവിടെ തരുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മളെല്ലാം ധാരാളം കടകളിൽ നിന്ന് സാധനം മേടിക്കാറുണ്ട്, ഇ കൊമേഴ്സ് പ്രൊജക്റ്റുകളിൽ നിന്ന് നമ്മൾ സാധനം മേടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഒരു ആനുവൽ പ്രോഫിറ്റ് ഒന്നും തരില്ല, അല്ലെ? ആ കമ്പനിയുടെയോ കടക്കാരുടെയോ ഒന്നും നമുക്ക് തരില്ല. പക്ഷെ ഇവിടെ നമുക്ക് ആനുവൽ പ്രോഫിറ്റ് കമ്പനി എന്തുകൊണ്ട് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനി നമ്മളെ കസ്റ്റമറായിട്ടല്ല കാണുന്നേ, കസ്റ്റമറായി വന്ന് പാർട്ട്ണർ ആകാനുള്ള ഒരു അവസരമാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ 0.5 വെച്ചിട്ട് 1.5 വരെ ആനുവൽ പ്രോഫിറ്റ് കമ്പനി വീതിച്ച് നമുക്ക് തരുന്നുണ്ട്. ഇത്രയാണ് നമ്മളുടെ കമ്പനിയുടെ നമ്മളുടെ ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മുടെ ബെനിഫിറ്റുകൾ. ഇനി കമ്പനി നമുക്കൊരു എക്സ്ട്രാ ഇൻകം തരുന്നുണ്ട് കേട്ടോ. എന്നെ വളരെയധികം അട്രാക്ട് ചെയ്തൊരു ഘടകമായത്. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ആരും തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, പക്ഷെ നമുക്കൊന്നും അവിടെ ഒന്നും ഒരാദരവുകളും കിട്ടാറില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു കമ്പനിയുടെ ഒരു 6ാമത്തെ റാങ്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, 3ാമത്തെ റാങ്കിൽ നമുക്ക് എല്ലാ മാസവും ഒരു സ്ഥിര വരുമാനവും ഒരു മെഡിക്ലെയിമും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, 6ാമത്തെ റാങ്കിൽ കമ്പനി തരുന്നത് ഒരു 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ്. ഈ റൈഡർ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ബൈക്ക് മേടിച്ച് കമ്പനിയെ കാണിക്കൊന്നും വേണ്ട. നമ്മൾ ഈ റാങ്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ടാക്സ് കട്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് തരിക. ഇതും എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും കിട്ടുമെന്ന്. കാരണം ഇത് മേടിച്ച വ്യക്തിയാണ്. എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ കമ്പനി ഒറ്റ ദിവസം ഇത് ക്രെഡിറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അടുത്ത റാങ്ക് സോണൽ സെയിൽസ് ടീം മാനേജർ, 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത റാങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ് കിട്ടുന്നത്. സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുമ്പോൾ ഇത് നമ്മൾ ഫണ്ടായിട്ട് നമുക്ക് കിട്ടില്ല, കമ്പനി നമ്മളെ കൊണ്ടുപോവുകയാണ്. അടുത്തത് നമുക്ക് ഫണ്ടായിട്ടാണ് കിട്ടുന്നത്. കാർ ഫണ്ടാണ്, 50 ലക്ഷം പ്രീമിയം കാർ ഫണ്ട്, അതായത് നാഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക് എത്തുമ്പോൾ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 1 കോടി രൂപയുടെ വില്ല ഫണ്ടാണ് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുമ്പോൾ. അങ്ങനെ ഒരു 13 റാങ്ക് ആണ് നമ്മളുടെ കമ്പനിക്ക് മൊത്തമുള്ളത്. 3ാമത്തെ റാങ്ക് മുതൽ നമുക്ക് ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6ാമത്തെ റാങ്ക് മുതൽ നമുക്ക് റിവാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബിസിനസ് ചെയ്താൽ ഒരു സാധാരണക്കാർക്ക് പോലും എല്ലാ മാസവും ഒരു മിനിമം ഒരു 20,000-ന് മേടിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്കൊരു 3-3.5 കോടി രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായി വന്നത് എന്നോട് പറഞ്ഞ വ്യക്തിയോടുള്ള ഒരു വാക്കിന് വില കൊടുത്തുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഈ ഒരു ബിസിനസിന്റെ ഭാഗമായി വന്നതുകൊണ്ട്. കാരണം ഇന്ന് ഈ ബിസിനസ്സിലൂടെ വളരെയധികം വരുമാനങ്ങൾ വാങ്ങുകയും അതുപോലെ തന്നെ എന്നോടൊപ്പം നിൽക്കുന്ന ധാരാളം വീടുകളിലേക്ക് ഒരു ഇൻകം എത്തിച്ചു കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതിനേക്കാൾ ഉപരി ഇന്ന് ഈ കമ്പനിയുടെ ഒരു ദിവസം 30,000 എന്നുള്ളൊരു വരുമാനം എനിക്ക് നേടാൻ സാധിച്ചു. അതുപോലെ റൈഡർ ഫണ്ട് 50,000 മേടിക്കാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലൂടെ വളരെ വലിയൊരു മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് ആർക്കും ഇത് ഏറ്റെടുത്ത് വിജയിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷ് ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് ഫിജിക്കാട്. താങ്ക് യു.